giving me this opportunity to stand before you all today. I believe the Holy Spirit had prompted me in my heart to take this leap of faith and to obey one of the 7 doctrines, which is baptism. And I'm standing here wholeheartedly accepting Jesus Christ as my Lord and Savior as well. And I'm also grateful for the support and guidance that my family, my Sunday school teachers, and my pastor uncle gave me, and which I'm truly grateful for that as well. And they've helped me through doubts and questions which I had along the way. And I would just like to conclude by reading a verse from 2 Corinthians 5 verses 17, which says, "Therefore, if anyone is in Christ, he's a new creation. All things have passed away. Behold, all things have become new." Thank you all for coming here today and attending my baptism, and for sharing this special day with me. Thank you all. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെതായ ഒരു വലിയ പേർപ്പസ് ഫുൾഫില്ല് കാണുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളതിൽ ഞാൻ കൃതാർത്ഥനാണ്. ആമേൻ. ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാരുടെ മുൻപാകെയും അതുപോലെ തന്നെ മുഖപരിചയമുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെ മുൻപാകെ ഇപ്രകാരം നിൽക്കുവാൻ ദൈവം എന്നെയും ജീവിതത്തിൽ ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ എഡ്ലിൻ മോളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിപ്പാൻ തക്കൊണ്ടിടയായി. അവളൊരു വാഗ്ദത്ത സന്തതിയാണ്. വാഗ്ദത്ത സന്തതി എന്ന് പറയുമ്പോൾ അതിന്മേൽ ശത്രുവിൻ്റെ വലിയൊരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇത് ജനിക്കാതിരിപ്പാൻ നോക്കിയ ഒരു പ്രവൃത്തിയുണ്ട്. ജനിച്ചതിന് ശേഷവും തകർക്കാൻ നോക്കിയ ഒരു ശക്തിയുണ്ട്. ഇതുവരെ നിർത്തിയ ദൈവത്തിൻ്റെ ദയയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണിന് മുൻപിൽ അപ്രകാരം ഒരവസ്ഥ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എഡ്ലിൻ മോൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ ജോഷിയുടെ ഭവനത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ നിരങ്ങിക്കൊണ്ട് നടക്കുന്ന സമയമാണ്. ഒരു ബോൾ ടോയുടെ പുറത്തുള്ളൊരു ഫിലിം അവളുടെ കൈവശം കിട്ടിയിട്ട് അത് പെട്ടെന്ന് എടുത്ത് വായിലിടാനിടയായി. നോക്കി നിൽക്കെ അവളുടെ കാലുകൾ നീലച്ചു വന്നു. ഞാൻ നോക്കി നിൽക്കെ മുഖം നീലച്ചു വന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ആ ഫിലിം പുറത്തേക്ക് വരുവാൻ തക്കൊണ്ടിടയായി. ഹല്ലേലൂയ. ഞാനതാ പറഞ്ഞത്, ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതിയും തക്ക സമയത്ത് അത് ഫുൾഫിൽമെൻറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ ഒരു പേർപ്പസാണ്. ഹല്ലേലൂയ. ഇന്നിവിടെ നടന്നതായ സ്നാന ശുശ്രൂഷ എന്ന് പറയുന്നത് അതിലൊരു ഭാഗമാകുവാൻ എന്നെയും കർത്താവ് ബലപ്പെടുത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗം തുറക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ആമേൻ. പഴയ നിയമത്തിൽ വളരെ ചുരുക്കമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രവണതയാണ് സ്വർഗം തുറന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്വർഗം തുറന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്തോടുള്ള ബന്ധത്തിലാണ്. ഹല്ലേലൂയ. ദൈവം തൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോഴും ഇതേ പ്രവണത സ്വർഗം തുറക്കുവാൻ നമ്മൾ പലപ്പോഴും പറയും ദൂതന്മാർ സന്തോഷിക്കുന്ന ഒരു ദിവസമെന്ന്. ഈ ദൂതന്മാർ സന്തോഷിക്കണമെങ്കിൽ സ്വർഗവാതിൽ തുറക്കപ്പെടണം. ആമേൻ. യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് താൻ ദർശനം കാണുവാൻ ഹല്ലേലൂയ ഇടയായപ്പോൾ സ്വർഗവാതിൽ തുറന്നതുകൊണ്ടാണ് ആ ദർശനം അവന് വെളിപ്പെടുവാനായിട്ട് ഇടയായത്. ഹല്ലേലൂയ. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ദൈവപ്രസാദം ഉണ്ടാകുന്നത് വെളിപ്പെടുന്നത് സ്വർഗം തുറക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ സ്തേഫാനോസിൻ്റെ മരണത്തിൽ സ്വർഗം തുറക്കുവാനായിട്ടിടയായി. അവൻ സ്വർഗീയ ദർശനങ്ങളെ കാണുവാനായിട്ടിടയായി. ഇന്ന് ഈ പകൽക്കാലം ഇപ്രകാരം ഞാനിവിടെ ആയിരിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. എഡ്ലിൻ മോളെ, ആമേൻ, ഇതുകൊണ്ട് തീർന്നില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു സ്നാനം കഴിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സകലതും നിറവേറ്റിയെന്നല്ല. ദിസ് ഇസ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. നിൻ്റെ ലൈഫിൽ ആമേൻ ദൈവവുമായിട്ടുള്ള ബന്ധം യു ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഹല്ലേലൂയ. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്ങനെയാണ് അതിൻ്റെ പ്രോഗ്രസീവിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ വചനം പറയുകയാണ്, അവർ ഹല്ലേലൂയ കൂട്ടായ്മയെ ആചരിച്ചു. എവിടെയൊക്കെ കൂട്ടായ്മ, ലോർഡ്സ് സപ്പറിന് ചാൻസ് കിട്ടുന്നോ, യു ഷുഡ് നോട്ട്
ആമേൻ ഹല്ലേലൂയ ലീവ് ബിഹൈൻഡ്, മാറിപ്പോകുവാൻ ഇടവരരുത്. അതിലെല്ലാം ഇപ്പോഴും പങ്കെടുക്കുവാൻ തക്കൊണ്ണമിടയാകണം. അതാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ പലപ്പോഴും നാം ഹല്ലേലൂയ പലവിധമായ കാര്യങ്ങളിൽ ഇതിൽ നിന്ന് മാറിയിരിക്കാൻ താല്പര്യപ്പെടുന്ന ചിലർ ഇവിടെയുണ്ട്. എന്നാൽ അവരോട് പറയുകയാണ്, ഞാൻ മാറിയിരിക്കുന്നെങ്കിൽ എൻ്റെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്നാണ് ഞാൻ മാറിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ഈ സമയം നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമാകണം. ഇനി അടുത്ത ബന്ധം 3 സാഹചര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നു. 1, സ്നാനത്തിൽ കൂടെ കർത്താവിനോട് നാം ബന്ധപ്പെട്ടിരിക്കുന്നു. 2, തിരുമേശയിലൂടെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അംശികളാകുന്നു. 3, കർത്താവിൻ്റെ വരവെങ്കിൽ അവൻ്റെ മണവാട്ടിയായി നാം എടുക്കപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്നാനം കഴിഞ്ഞതിന് ശേഷം സ്നാനപ്പെടുത്തിയ വ്യക്തി അവളുടെ തലയിൽ കൈവച്ചിട്ട് പറയുന്നത്, അന്ത്യത്തോളം വിശ്വസ്തയായിരിക്കുക, എന്നാൽ നീ വാടാത്ത ജീവകിരീടം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ യുവർ ജേർണി ഷുഡ് എൻഡ് അൺടിൽ ദ ഡെത്ത്, അൺടിൽ യുവർ എൻഡ് ഓഫ് യുവർ ലൈഫ്. അവിടം വരെ വിശ്വസ്തയായിരിക്കുന്ന ഒരുവനും മാത്രമേ വാടാത്ത ജീവകിരീടവും പ്രാപിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് അപ്രകാരം നാം ഓരോരുത്തരും അനുഗ്രഹമായി മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എഡ്ലിൻ മോൾക്ക് ഹല്ലേലൂയ അപ്രകാരം അന്ത്യത്തോളം വിശ്വസ്തയായിരിക്കാൻ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവത്തിൻ്റെ വലിയൊരു കൃപ ധാരാളമായി പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ചുരുക്കുന്നു. ആമേൻ. സമയത്തെ വേർതിരിച്ച് തന്ന ആമേൻ സഭയോടും പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇങ്ങനെ ഒരു ശുശ്രൂഷയിൽ കടന്നു വരുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചതോർത്ത്, നമ്മുടെ ഒപ്പമായിരിക്കാൻ സഹായിച്ചതോർത്ത്, സ്നാനപ്പെട്ട മോളോടൊപ്പമായിരിക്കുന്നവർക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ അധ്യക്ഷ വെച്ച കർത്താവിൻ്റെ ദാസൻ ഗ്ലാഡിസ് പാസ്റ്റർക്ക് വന്ദനം ചെയ്യുന്നു. നമ്മുടെ ബിനോയ് പാസ്റ്റർ വർഷങ്ങളോളം ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മറ്റു പലരെയും മുഖപരിചയമുണ്ട്, പക്ഷേ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല. അകപ്പാടെ അറിയാവുന്ന ഒരു കുടുംബം മാത്രമേ ഉള്ളൂ. ആമേൻ. ഖാലിയ ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആമേൻ. നല്ല മെസ്സേജ് കേൾക്കുവാനിടയായി തീർന്നു. നമ്മുടെ സ്വപ്നത്തെക്കുറിച്ച് കേൾക്കുവാനിടയായി തീർന്നു. എനിക്കങ്ങനെ പറയുമ്പോൾ ഒത്തിരി പറയണമെന്നുണ്ടായിരുന്നു. ഇന്ന് സ്നാനം നടന്നതും ഈ ഹോള് ഇവിടെ ആയിരിക്കുന്നതും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചർച്ച ഇവിടെ കിട്ടിയതും ആമേൻ ഒരു സ്വപ്നത്തിൻ്റെ തുടക്കമാണ്. പ്രിയപ്പെട്ടവരെ, ആമേൻ സ്വപ്നത്തിൻ്റെ തുടക്കം പോലെ അതിനുവേണ്ടി പ്രാർത്ഥിപ്പാൻ നിങ്ങൾ ഒരുക്കമാണോ? ദൈവം പ്രവർത്തിപ്പാൻ ഒരുക്കമാണ്. ആമേൻ. ഇവിടെ ഞങ്ങൾ തന്നെത്താനെ ഞങ്ങളുടെ സഹോദരന്മാരുണ്ടാക്കിയൊരു പൂളാണിത്. ഇതിൻ്റെ ഉള്ളിൽ വന്നിരുന്ന് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആമേൻ. ഞങ്ങളുടെ സഭയോട് ഒരു ആത്മാവ് ചേരണമെന്നല്ല, എവിടുന്നെങ്കിലും ഒന്ന് ആരെങ്കിലും ആമേൻ ദൈവത്തെ സാക്ഷീകരിക്കണമെന്ന് ആമേൻ ഹാലിയ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കണ്ണും കർത്താവ് സഹായിച്ചത് ഓർത്ത് സ്തോത്രം. ആമേൻ. നമുക്ക് നല്ല സ്വപ്നങ്ങളുണ്ടാകട്ടെ. സ്വപ്നങ്ങളുണ്ടാകുവാൻ ആമേൻ ഹാലിയ നമ്മുടെ മക്കൾക്കുണ്ടാകണി, നമുക്കുണ്ടാകണം. ആമേൻ. സലോമോനോട് ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ അപ്പൻ്റെ ദൈവത്തെ നീ അറിയണമെന്ന്. ഹല്ലേലൂയ. ആമേൻ. അപ്പൻ്റെ ദൈവത്തെ അറിയണമെങ്കിൽ അപ്പൻ ദൈവത്തെക്കുറിച്ച് അറിയണം. അങ്ങനെയെങ്കിലും മാതാപിതാക്കളായ നമുക്ക് ആമേൻ മക്കൾക്ക് കൊടുപ്പാൻ, അപ്പനെ പരിചയപ്പെടുത്തി കൊടുപ്പാൻ, അപ്പൻ്റെ ദൈവത്തെ പരിചയം കൊടുക്കുവാൻ നമുക്ക് എന്താ ഉള്ളത്? മാതാപിതാക്കൾക്ക് നിന്റെ മേൽ പകർന്ന എൻ്റെ ആത്മാവും നിന്റെ വാഴ്ത്തുന്ന എൻ്റെ വചനവും നമ്മളിൽ എന്തെങ്കിലും ഉണ്ടോ മക്കൾക്ക് പകർന്നു കൊടുപ്പാൻ? ആമേൻ. ഇത് നിങ്ങൾ ജനം ഉണരട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു വാക്യം ഞാനിങ്ങനെ വായിച്ചട്ടെ. ആമേൻ. സങ്കീർത്തനത്തിന് 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവ ഭക്തനെ തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു. യഹോവ ഭക്തനെ ദൈവത്തിനായി വേർതിരിച്ചിരിക്കുന്നു. മോളിന്ന് കർത്താവായ യേശു ക്രിസ്തുവോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. കർത്താവിനോട് ചേർന്ന് മോളെ ദൈവം ആമേൻ വേർതിരിച്ചിരിക്കുക. ദൈവത്തിനുള്ളതെല്ലാം ദൈവം നേരത്തെ വേർതിരിച്ചിരിക്കുന്നത്. യഹോവ വിശുദ്ധനാകുന്നു, യഹോവയ്ക്കുള്ളതെല്ലാം വിശുദ്ധമാണ്. ആമേൻ. ആലയത്തിൽ ചെന്നാൽ അവിടെയുള്ള ഉപകരണങ്ങൾ വിശുദ്ധമാണ്. അത് ദൈവത്തിനു വേണ്ടി വേർതിരിച്ചതാ. പുരോഹിതന്മാരുണ്ട്, ലേവ്യ ദൈവത്തിനു വേണ്ടി വേർതിരിച്ചതാ. ആമേൻ. അപ്പോസ്തലപ്രവൃത്തിയിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് വായിപ്പാൻ കഴിയും. ആമേൻ. അവിടെ 3000 പേരെ ദൈവത്തിനു വേണ്ടി വേർതിരിച്ചു. അവർ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നുവെന്ന്. ഹല്ലേലൂയ. ആമേൻ. ആലയത്തിലെ ഉപകരണങ്ങളെല്ലാം ആമേൻ വിശുദ്ധീകരിച്ച് അത് ദൈവത്തിനു വേണ്ടി വേർതിരിച്ചതാ, വേറെ ഒന്നുമല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് മോള് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്നപ്പോൾ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചതാ. മോൾക്ക് ദൈവത്തിന് മോളെക്കുറിച്ച് ഒരു ആശയുണ്ട്. ആമേൻ. ദൈവത്തിന് സ്നേഹമല്ല മോളെ, ദൈവത്തിന് നമ്മളെ ഇഷ്ട. ആമേൻ. അത് എത്രമാത്രം പറഞ്ഞ് അവതരിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല. അത്രമാത്രം ഇഷ്ട.
അതുകൊണ്ടാണ് വചനം പറയുന്നത് ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ആമേൻ വിശുദ്ധമായി ദൈവത്തിന് വേണ്ടി വേർതിരിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ വിശുദ്ധരായ നമ്മൾ ആമേൻ ഹല്ലേലൂയ വേർപെടേണ്ടടുത്ത് വേർപെട്ടേ പറ്റത്തുള്ളൂ. ആമേൻ ഹല്ലേലൂയ. വേർപെട്ട് നിന്ന് വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിലായിരിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആമേൻ. ഭാഷകളിൽ നിന്ന് വംശങ്ങളിൽ നിന്ന് വേർതിരിച്ച ഒരു കൂട്ടത്തെ ഇവർ എവിടെ വന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് ആമേൻ ഹല്ലേലൂയ കുഞ്ഞാട്ടിൻ്റെ രക്തത്താൽ ദിനംതോറും അങ്കി അലക്കി വെളുപ്പിച്ചവരെന്ന്. ആമേൻ ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ നമ്മളും കാണപ്പെടുവാൻ കർത്താവ് കൃപ തരട്ടെ. പ്രിയപ്പെട്ടവരെ, ആമേൻ. നമ്മളെ നിർമ്മല കന്യകയായി ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. ഹല്ലേലൂയ. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഏക പുരുഷന്. അങ്ങനെ ഇന്ന് പകൽക്കാലം ആമേൻ വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. ആമേൻ. കർത്താവിനോട് ചേരുവാൻ മോള് സ്നാനപ്പെട്ടെങ്കിൽ കർത്താവിന് മോളെക്കുറിച്ചൊരു ആശയമുണ്ട്, ഒരു കൊതി. ആ കൊതി, ദൈവത്തിൻ്റെ കൊതി നമ്മൾ തീർത്തു കൊടുക്കണം. ആമേൻ. യുവജനങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, എനിക്കൊത്തിരി ഇഷ്ടമാണ്. പ്രായമായുള്ളവർ ആമേൻ മാറി നിൽക്കുകയല്ല വേണ്ട, വഴിയൊരുക്കിയിട്ട് യുവജനങ്ങൾക്ക് വേണ്ടി മാറിക്കൊടുക്കണം. ആമേൻ. കുഞ്ഞുങ്ങൾ മുമ്പോട്ട് വളർന്ന് ഇതെല്ലാം ഏറ്റെടുക്കാൻ കർത്താവ് കൃപ തരട്ടെ. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ കടന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി ആമേൻ ഒരു സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർക്ക് വന്ദനം അറിയിക്കുന്നു. ആമേൻ. ഇങ്ങനെ ഒരു സമയം ഒരുക്കി തന്ന സഭയ്ക്കും കർത്താവിൻ്റെ ദാസനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകളിൽ ഇരുന്നോളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശേഷാൽ വിനോയ് പാസ്റ്റർ, ദൈവദാസന്മാർ, കടന്നു വന്ന എല്ലാ ദൈവമക്കൾ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. വിശേഷാൽ സന്തോഷമുള്ള ദിവസമാണ്. വിശേഷാൽ ജോഷിച്ചാനെയും കുടുംബത്തെ ഓർത്ത് ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവിധമായ ജോഷിച്ചാൻ്റെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണ്. അതിനുപരിയായി എന്നെ ഓർത്ത് സ്തുതിക്കുന്നു. പലപ്പോഴും സൺഡേ സ്കൂളിന് ഞാൻ രാവിലെ ചെന്ന് വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. എന്നാൽ ഞാൻ ചെല്ലുമ്പോൾ അവൾ റെഡിയായി സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. കർത്താവിനെ അറിയുവാനും കർത്താവിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ അവൾ പങ്കെടുക്കുന്നത് കാണുമ്പോൾ എൻ്റെ ജീവിതത്തിലും സന്തോഷമാണ്. അതുപോലെ സഭയുടെ പലവിധമായ സൂം മീറ്റിങ്ങുകളിലും അവർക്ക് മാതാപിതാക്കൾക്ക് രണ്ടുപേർക്കും കയറുവാൻ പറ്റുന്നില്ലെങ്കിലും എഡിലിന് എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം അവളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ പറയുവാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവനാമം എത്ര സ്തുതിച്ചാലും അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത സന്തോഷത്തിനായി ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതെല്ലാവരും കിട്ടുന്നൊരു ഭാഗ്യമല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്നാനം എൻ്റെ പിതാവിന് കാണുവാൻ സാധിച്ചിട്ടില്ല. അതുപോലെ പലരുടെയും സ്നാനങ്ങൾ അങ്ങനെയാണ്. പല കുടുംബങ്ങളിലും അറിയാതെ സ്നാനപ്പെടുന്നവരുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിൽ 3 കുഞ്ഞുങ്ങളുടെയും സ്നാനം അവരുടെ ജീവിതത്തിൽ കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവോടെയാക്കി കൃപയ്ക്കായി സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കേട്ട വചനം പോലെ അവിടെ പഠനങ്ങളിൽ, അവിടെ കൂട്ടുകാരുടെ മധ്യത്തിൽ, അവിടെ തുടർന്നുള്ള പഠനങ്ങളിലൊക്കെയും തൻ്റെ കൂട്ടുകാരോടൊക്കെയും ഈ സത്യം, അവളറിഞ്ഞ സത്യം പറയുവാനും അവൾക്കൂടെ അനേകരെ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുവാനും അനേകരെ സ്നാനപ്പെടുത്തുവാൻ കൊണ്ടുവരുവാനൊക്കെ അവൾ മൂലം എന്തെയും സഹായിക്കട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഒരു വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. പലപ്പോഴും അത് ഭൗതികമായിട്ട് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അത് നിത്യതയെക്കുറിച്ച് ഉള്ള ഒരു പ്രസംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഹല്ലേലൂയ, അവളെ ഇന്ന് സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. നിത്യത വരെയും അത് കൊണ്ടെത്തിക്കുവാൻ അവളെ സഹായിക്കട്ടെ. നമ്മളെ ഓരോരുത്തരെയും ദൈവം അതിനായി ഒരുക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുപോലെ മാഞ്ചസ്റ്റർ വർഷിപ്പ് സെൻറ്ററിൻ്റെ എല്ലാ കുടുംബങ്ങളുടെയും നാമത്തിലുള്ള സ്നേഹവും എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നൽകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുപോലെ തുടർന്നും ആ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. എല്ലാവിധമായ ഭൗതിക നന്മകളും ആത്മീക നന്മകളും ദൈവിക കൃപകളും ദൈവം അവൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ട് ദിവസം നിന്നിരിക്കുന്നു. സ്തോത്രം. മാഞ്ചസ്റ്റർ വർഷിപ്പ് സെൻറ്റർ ഒരു ചെറിയ ഗിഫ്റ്റ് പ്രിയ എഡ്ലിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. റേച്ചാൻ തന്നെ അത് കൊടുക്കട്ടെ. പ്രിയ എഡ്ലിൻ മുൻപോട്ട് കടന്നു വന്നാട്ടെ. താങ്ക് യു. സ്തോത്രം.